കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ വിയോഗത്തിന്റെ ഞെട്ടലിൽ നിന്ന് ദുബായിലെ പ്രവാസി സമൂഹം ഇനിയും മുക്തമായിട്ടില്ല. റിയൽ എസ്റ്റേറ്റ്, സിനിമാ രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന റോയി മാസങ്ങൾക്ക് മുൻപാണ് ദുബായിലെ തന്റെ രണ്ടാമത്തെ പദ്ധതി പ്രഖ്യാപിച്ചത്. മരണസമയത്ത് ദുബായിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബം ഇന്നലെ രാത്രി തന്നെ നാട്ടിലേക്ക് തിരിച്ചു. സ്ഥാപനത്തിന്റെ പേര് പോലെ തന്നെ ആത്മവിശ്വാസമായിരുന്നു CJ റോയ് എന്ന വ്യവസായിയുടെ മുഖമുദ്ര. കടബാധ്യതകളോ ലോണോ ഇല്ലാത്ത സീറോ ഡെപ്റ്റ് കമ്പനി എന്നതായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പരസ്യവാചകം പോലും. നിയമവിരുദ്ധമായ വരുമാനം വേണ്ട എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഇത്തരമൊരു വിയോഗം ഉൾക്കൊള്ളാനാവുന്നില്ലെന്ന് ദുബൈയിലെ വ്യവസായി കൂട്ടായ്മയായ IPIയുടെ ചെയർമാൻ റിയാസ് കിൽട്ടൺ പറഞ്ഞു. വലിയ സഹായമായിട്ടുള്ള മനുഷ്യൻ, അതോടൊപ്പം ജീവിതത്തിൽ വലിയ രീതിയിൽ പോളിസീസ് അതുപോലെ എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്തിരുന്ന ഒരു മനുഷ്യൻ. മരടിലൊക്കെയുള്ള ബിൽഡിങ് ഇല്ലീഗൽ ആണെന്ന് എന്തെങ്കിലും രീതിയിലേക്ക് പിന്നീട് വരുമെന്ന് തോന്നിയിട്ട് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് മാറ്റിവെച്ചൊരു മനുഷ്യൻ. എന്ന് എപ്പോൾ സംസാരിക്കുമ്പോഴും ഞാൻ നിയമപരമല്ലാത്ത ഒരു കാര്യവും ബിസിനസ് ചെയ്യില്ല, ഒരു രാഷ്ട്രീയക്കാരന് ഞാൻ വഴങ്ങില്ല, ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. കാരണം ഞാൻ അത്രയും ജീവിതത്തിൽ സീറോ ഡെറ്റ് എന്ന രീതിയിലായാലും മറ്റ് ബിസിനസ്സിലെ എത്തിക്സിലൊക്കെ ആയാലും നേരായ മാർഗത്തിലൂടെ മാത്രമേ താൻ ജീവിക്കുള്ളൂ എന്ന് ഉറപ്പിച്ച ഒരു വ്യക്തിത്വമാണ് നമുക്ക് വിട്ടുപോയിട്ടുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന റെപ്യൂട്ടേഷൻ പോവുമെന്ന് തോന്നുന്ന സമയത്ത് ഇമോഷണലി എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കാം. എമിറേറ്റ്സ് ഹിൽസിലെ സ്വന്തം വില്ലയിലാണ് റോയിയും കുടുംബവും കഴിഞ്ഞിരുന്നത്. ബംഗളൂരുവിൽ നിന്ന് മരണവാർത്ത എത്തുമ്പോഴും കുടുംബം ദുബൈയിലുണ്ടായിരുന്നു. ലാൻകാസ്റ്റർ എന്ന അദ്ദേഹത്തിന്റെ ദുബൈയിലെ ആദ്യ താമസ സമുച്ചയ പദ്ധതി 11 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ഉടമകൾക്ക് കൈമാറി റെക്കോർഡിട്ടിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 16-ന് മകൻ രോഹിത് റോയിയുടെ ജന്മദിനത്തിനൊപ്പമായിരുന്നു രണ്ടാമത്തെ പദ്ധതിയായ കോൺഫിഡന്റ് പ്രസ്റ്റന്റ് ഡേ പ്രഖ്യാപനം. ദുബൈ ലിവാനിൽ ഉയരുന്ന ആ സ്വപ്ന പദ്ധതി പൂർത്തിയാക്കും മുമ്പാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് CJ റോയിയുടെ വിയോഗം. യാസർ അറഫാത്തിനൊപ്പം ഷിനോബ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.